കേട്ടോ. ഞാൻ ഗ്രൂപ്പിലേക്ക് നോട്ട്സ് കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. ടാബ്ലറ്റ്സിന്റെ കുറച്ച് നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം, കാരണം എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ടാബ്ലറ്റും ക്യാപ്സ്യൂളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ കേൾക്കാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ടാബ്ലറ്റിലേക്ക് പോകാം. ഓക്കെ, സോ അപ്പൊ ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഓടിച്ച് പറഞ്ഞു വിടാവേ, അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി. പ്രധാനമായിട്ടും പഠിക്കേണ്ട സ്ഥലങ്ങൾ ഞാൻ എംഫസൈസ് ചെയ്ത് കാണിച്ചു തരാം, അവിടെ കാര്യമായിട്ട് പഠിക്കുക. ഓക്കെ, സോ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് ഏത് ഡോസേജ് ഫോം ആണ്? ടാബ്ലറ്റ് ഇസ് എ സോളിഡ് ഡോസേജ് ഫോം. അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ഒരു മെഡിക്കാമെന്റോ അല്ലെങ്കിൽ മെഡിക്കാമെന്റ്സോ ഉണ്ടായിരിക്കാം. യൂഷ്വലി ഒരു സർക്കുലർ ഷേപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ബൈ കോൺവെക്സ് ഷേപ്പിലാണ് ടാബ്ലറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ടാബ്ലറ്റ് യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് കംപ്രസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ കംപ്രസ് ചെയ്യുന്ന ടാബ്ലറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കംപ്രസ്ഡ് ടാബ്ലറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ടാബ്ലറ്റ് സോളിഡ് ഡോസേജ് ഫോം വിച്ച് കണ്ടെയ്ൻ മെഡിക്കാമെന്റ്സ് അല്ലെങ്കിൽ ഒരു മെഡിക്കാമെന്റ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഷേപ്പ്, സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റോ ബൈ കോൺവെക്സോ ആയിരിക്കും. കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എന്താണ് വിളിക്കുന്നത്? കംപ്രസ്ഡ് ടാബ്ലറ്റ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഇനി അഡ്വാൻറ്റേജ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ടാബ് നമ്മൾ എപ്പോഴും വലിയ ആളുകൾ ഏറ്റവും കൂടുതൽ ആലോചിച്ച് പോയി വാങ്ങുന്ന സാധനം ടാബ്ലറ്റ് ആണ്. കാരണം നമുക്ക് വേഗം കഴിക്കാൻ പറ്റും, കഴിക്കുന്ന സമയം വേറൊരാളുടെ സഹായത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ പല തരത്തിലുള്ള ടാബ്ലറ്റുകൾ ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ. അതായത് നമുക്ക് സസ്പെൻഡ് റിലീസ്, എൻഡറി കോട്ടഡ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാബ്ലറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ചീപ്പാണ്, എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ടാബ്ലറ്റ്. ഓക്കെ, സോ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ടാബ്ലറ്റ്സ് ആർ ഈസി ടു ബി അഡ്മിനിസ്റ്റേർഡ്, ദേ ആർ ഈസി ടു ബി ഡിസ്പെൻസ്, സ്റ്റേബിൾ, ആക്യുറസി ഓഫ് ഡോസേജ് മെയിൻറ്റെയിൻ ചെയ്യും. ബിറ്റർ ആൻഡ് നോഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കാം. അതിന് പുറത്തൊരു കോട്ടിംഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ടാബ്ലറ്റ് ഓക്കെ ആയി. ദെൻ ലൈറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമ്പാക്റ്റബിൾ. ബാക്കിയുള്ള ഡോസേജ് ഫോമുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടാബ്ലറ്റ് ആണ് ഏറ്റവും വെയിറ്റ് കുറവുള്ളത് അല്ലെ. ദെൻ all the dosage form tablets are easiest and the cheapest as regarded packing and transport. പാക്ക് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഫോം ഏതാണ്? ടാബ്ലറ്റ്. ഓക്കെ, സോ they are better suited to a large scale production as compared to any other യൂണിറ്റ് ഓറൽ ഡോസേജ് ഫോം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വേറെ ഏതൊരു ഡോസേജ് ഫോം എടുത്താലും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതും ഈ പറയുന്ന ടാബ്ലറ്റ് തന്നെയാണ്. ഓക്കെ, ആൻഡ് അടുത്ത ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു, ഇറ്റ് ഈസ് എക്കണോമിക്കൽ അല്ലെ, ചീപ്പായിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ചില ടൈപ്പ് ഓഫ് പൗഡേഴ്സിനെ നമുക്ക് കംപ്രസ് ചെയ്തിട്ട് ടാബ്ലറ്റ് ആയിട്ട് മാറ്റാൻ സാധ്യമല്ല. ഓക്കെ, സം ഡ്രഗ്സ് ദേ വിൽ റെസിസ്റ്റ് ദ കംപ്രഷൻ ഇൻ ടു ടാബ്ലറ്റ്. ഓക്കെ, സോ ടാബ്ലറ്റ് ആവുക എന്നുള്ളത് ചില മെഡിസിൻസ്, ചില പൗഡേഴ്സ് റെസിസ്റ്റ് ചെയ്യും. അതേപോലെ ബിറ്റർ ടേസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ്, ഓക്കെ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രഗുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടാബ്ലറ്റ് ആക്കാൻ പറ്റില്ല. ദെൻ പെട്ടെന്ന് നമ്മുടെ വയറ്റിലെത്തിയിട്ട് തിരിച്ച് പൗഡർ ഫോമിലേക്ക് ആയിട്ട് മാറുന്ന ഡ്രഗുകൾ, അല്ലെങ്കിൽ വെള്ളവുമായിട്ട് വലിയ വെറ്റിംഗ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഡ്രഗ്സ്, അതായത് വെള്ളത്തിലിട്ടാലും ചില സമയം എന്താ പറയാ, ആ പൗഡറുടെ സോലിബിലിറ്റി കാണിക്കാത്ത ടൈപ്പ് ഓഫ് ഡ്രഗ്സ്. സോ ഡ്രഗ്സ് വിത്ത് പുവർ വെറ്റിംഗ് ആൻഡ് സ്ലോ ഡിസൊല്യൂഷൻ പ്രോപ്പർട്ടീസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ടാബ്ലറ്റ് വിച്ച് പ്രൊവൈഡ് ഫുൾ ഡ്രഗ് ബയോ അവൈലബിലിറ്റി. ക്ലിയർ ആണല്ലോ? ഡിസഡ്വാൻറ്റേജ് ഒന്ന് വായിച്ചു നോക്കിക്കേ.
ഓക്കെ. സോ അപ്പൊ നമ്മൾ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന ഡ്രഗ്സ് നമുക്ക് പറ്റില്ല. അതേപോലെ കംപ്രഷൻ റെസിസ്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ് നമുക്ക് പറ്റില്ല. ബിറ്റർ ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രഗുകൾ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വി കൻ നോട്ട് യൂസ് ഇറ്റ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ടാബ്ലറ്റ്. ഓക്കെ. ഇനി ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമാണ്, ഇത് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. കംപ്രസ്ഡ് ടാബ്ലറ്റ് എന്താണ്, മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ് എന്താണ്, പ്രെസ്കോട്ടഡ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടി ലെയേർഡ് ടാബ്ലറ്റ് എന്താണ്, സസ്റ്റൈൻഡ് ആക്ഷൻ എന്താ, എൻഡിരി കോട്ടഡ് എന്താ, ഷുഗർ കോട്ടഡ് എന്താ, ഫിലിം കോട്ടഡ് എന്താ, ചൂവബിൾ എന്താ. ഓക്കെ. ആദ്യം നമുക്ക് ഈ ടാബ്ലറ്റ് ഇൻജസ്റ്റഡ് ഓറലി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളെ പഠിക്കാം. അതായത് ടാബ്ലറ്റ് ഇൻജസ്റ്റഡ് ഓറലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓറലി കഴിക്കാൻ പറ്റുന്ന ഏജൻസ്. ഓക്കെ. സോ ഫസ്റ്റ് വൺ ഈസ് കംപ്രസ്ഡ് ടാബ്ലറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കണമെങ്കിൽ പൗഡറിനെ ആദ്യമേ ഗ്രാന്യൂൾ ആക്കണം. ആ ഗ്രാന്യൂൾ വേണം നമ്മൾ എന്തായിട്ട് മാറ്റാനായിട്ട്, ടാബ്ലറ്റ് ആയിട്ട് മാറ്റാൻ. അപ്പം കംപ്രസ്ഡ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാന്യൂളുകളെ എല്ലാം കൂടെ നമ്മള് എന്താ പറയാ, ചുമ്മാ ഒന്ന് അമക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പുട്ടിന് കുഴച്ചിട്ട് ആ പുട്ടിന്റെ ഗ്രാന്യൂളുകളെ എല്ലാം, പുട്ടിന്റെ പൊടികളെ എല്ലാം കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കൊരു ഉണ്ടയായിട്ട് കിട്ടില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥ. അതിനെയാണ് കംപ്രസ്ഡ് ടാബ്ലറ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള കോട്ടിങ്ങും ഇല്ല. ഓക്കെ. ഇനി മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ് അല്ലെങ്കിൽ പ്രസ് കോട്ടഡ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കംപ്രഷൻ ഉണ്ടാവും. ഇപ്പം ചില ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം എന്താ പറയാ മിക്സപ്പ് ആവൂല, അവർ തമ്മിൽ പരസ്പരം ഇൻകോമ്പാക്റ്റബിൾ ആവും. അപ്പം അത്തരം സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എക്സിപിയന്റുമായിട്ട് രണ്ടും രണ്ട് തരത്തിലുള്ള കംപ്രസ്ഡ് ടാബ്ലറ്റ് ആക്കും. എന്നിട്ട് ഈ രണ്ട് ലെയർ ഉള്ള അല്ലെങ്കിൽ രണ്ട് കംപ്രസ്ഡ് ടാബ്ലറ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്ന സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറ്റ ടാബ്ലറ്റ് ആയിട്ട് മാറി. അപ്പൊ ഒന്നിൽ കൂടുതൽ കംപ്രസ്ഡ് ടാബ്ലറ്റ് ഒരുമിച്ച് വരുന്നതിനാണ് മൾട്ടിപ്പിൾ കംപ്രസ്ഡ് ടാബ്ലറ്റ് അല്ലെങ്കിൽ പ്രസ് കോട്ടഡ് ടാബ്ലറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത് മൾട്ടി ലെയേർഡ് ടാബ്ലറ്റ്. ഇവിടെ ഒന്നിൽ കൂടുതൽ ലെയറുകളായിട്ടായിരിക്കും നമ്മൾ മെഡിക്കാമെന്റ് വെച്ചിരിക്കുന്നത്. അവ ഒരു ഡ്രഗ് റിലീസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ലെയർ പൊട്ടി അടുത്ത ഡ്രഗ് റിലീസ് ആവുന്നത്. ഓക്കെ. ഈ സസ്റ്റൈൻഡ് ആക്ഷൻ എന്നൊക്കെ കേട്ടാൽ അപ്പോഴേ ആലോചിക്കാം സസ്റ്റൈൻഡ് റിലീസ്, കൺട്രോൾഡ് റിലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡ്രഗ് പതിയെ മാത്രമേ റിലീസ് ചെയ്യുള്ളൂ. അപ്പൊ ചില സമയം ഒരു ഡ്രഗിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 4 മണിക്കൂറായിരിക്കും. അപ്പൊ 4 മണിക്കൂർ ഇടവേളയിൽ നമുക്ക് ആ ഡ്രഗ് ആ പേഷ്യന്റിന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഇപ്പൊ രാത്രിയിൽ പേഷ്യന്റ് ഉറങ്ങാൻ പോവാണ്, അപ്പൊ പേഷ്യന്റ് ഒരു 8 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ നമുക്ക് പേഷ്യന്റിനോട് പറയാൻ പറ്റുമോ, 8, 9, 10, 11, 12 മണിയാവുമ്പോൾ നിങ്ങൾ എണീറ്റിട്ട് അടുത്ത ഡോസ് കഴിക്കുക, പിന്നെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് അടുത്ത ഡോസ് കഴിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത്തരം ഇന്റർവെൽ ഓഫ് ഡ്രഗ്സിന് നമ്മൾ സസ്റ്റൈൻഡ് റിലീസ് ആയിട്ട് റീഫോം ചെയ്യും. അപ്പൊ ഡ്രഗ് എന്ത് ചെയ്യും, പതിയെ മാത്രമേ റിലീസ് ആവുക ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് എൻഡിറിക്കോൾഡ്. എൻഡിറിക്കോൾഡ് എന്ന വേർഡിന്റെ തന്നെ മീനിങ് എന്താ, ഇൻഡസ്ട്രിയിൽ മാത്രമേ ഇത് റിലീസ് ചെയ്യുള്ളൂ. സ്റ്റൊമക്ക് ബൈപാസ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയിൽ പോലും റിലീസ് ചെയ്യും. അടുത്ത ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്. ഷുഗർ കോട്ടിംഗ് ഉണ്ടായിരിക്കും. മാസ്ക് ബിറ്റർ ടേസ്റ്റ് പോലെ ടേസ്റ്റ് മാറ്റാനായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്. ഫിലിം കോട്ടഡ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിക് പ്രോബ്ലംസ് ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിക് ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ഇഷ്യൂസിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ് ഫിലിം കോട്ടഡ് ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഒക്കെ തടയാനായിട്ട്. ചൂവബിൾ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചൂവബിൾ ടാബ്ലറ്റ് ഇപ്പൊ ആൽബൻഡസോൾ ഒക്കെ ചൂവബിൾ ടാബ്ലറ്റ് ആയിരുന്നില്ലേ. ഒരു മിനിറ്റ്.
നെക്സ്റ്റ് ഈസ് ചൂവബിൾ ടാബ്ലറ്റ്. സോ ആൽബൻഡസോൾ നമ്മളിപ്പോ പറഞ്ഞത് ടാബ്ലറ്റ് ഇൻജസ്റ്റഡ് ഓറലി ആണ്. അപ്പൊ ചൂവബിൾ ടാബ്ലറ്റ് എന്താ? ചൂവബിൾ ചവച്ച് തിന്നാൻ പറ്റും. അപ്പൊ വായിൽ തന്നെ ബക്കൽ ക്യാവിറ്റിയിൽ തന്നെ ഫസ്റ്റ് ഡിസ്ഇന്റഗ്രേഷൻ നടക്കുന്നതാണ് ചൂവബിൾ ടാബ്ലറ്റ്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയാണ് ടാബ്ലറ്റ് യൂസ്ഡ് ഇൻ ദ ഓറൽ ക്യാവിറ്റി. നമുക്ക് നമ്മുടെ വായിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏജൻസ് ആണ് ബക്കൽ ടാബ്ലറ്റ്. ബക്കൽ ക്യാവിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന സബ് ലിംഗ്വൽ ടാബ്ലറ്റ്, നാക്കിന്റെ അടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സബ് ലിംഗ്വൽ ടാബ്ലറ്റ്. മറ്റേ നൈട്രോഗ്ലിസറിൻ ഒക്കെ ഉണ്ടല്ലോ, എക്സാമ്പിൾസ് ലോസഞ്ച് ആൻഡ് ട്രക്കേസ്. ലോസഞ്ച് എന്താ? സ്ട്രപ്സിൽസ് പോലെയുള്ളത്. പിന്നെയുള്ളത് ഡെന്റൽ കോൺസ്. ഡെന്റൽ കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ ഈ പല്ലൊക്കെ എടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു കുഴി പോലെ ഉണ്ടാകും. ആ കുഴി ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡെന്റൽ കോൺസ്. ഒരു ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഒക്കെ നമുക്ക് തരും. നെക്സ്റ്റ് ടാബ്ലറ്റ് അഡ്മിനിസ്ട്രേഡ് ബൈ അതർ റൂട്ട്. ഇംപ്ലാന്റേഷൻ അറിയാലോ, ഇംപ്ലാന്റേഷൻ വജൈനൽ ടാബ്ലറ്റ് ആണ് അതർ റൂട്ട്സിനകത്ത് വരുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിലേക്ക്, സ്കിന്നിന്റെ അണ്ടറിലേക്ക്, സബ്ക്യൂട്ടേനിയസ് ലെയറിലേക്ക് നമ്മളൊരു മൈനർ സർജറി ഉപയോഗിച്ച് വെക്കുന്നതാണ് ഇംപ്ലാന്റേഷൻ. ദെൻ വജൈനൽ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ടാബ്ലറ്റ് ഇന്റൻഡഡ് ടു അപ്ലൈ ഇൻ ടു ദ വജൈനൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് വജൈനൽ ടാബ്ലറ്റ്. ഓക്കെ, നെക്സ്റ്റ് എഫർവെസന്റ് ഡിസ്പെൻസിങ് ഹൈപ്പോഡെർമിക് ആൻഡ് ടാബ്ലറ്റ് ട്രിച്ചുറേറ്റ്. എഫർവെസന്റ് നിങ്ങൾക്ക് അറിയാം അല്ലെ, സിട്രിക് അല്ലെങ്കിൽ ടാർട്ടാറിക് ആസിഡ് ആയിരിക്കും. അതേപോലെ സിട്രിക്കിന്റെയും ടാർട്ടാറിക് ആസിഡിന്റെയും കൂടെ ആൽക്കലൈൻ ബൈകാർബണേറ്റും കൂടെ വരും. ഇതിന് നമ്മൾ ഈ എഫർവെസന്റ് ടാബ്ലറ്റിനെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പത വന്നുകൊണ്ട് അതൊരു സൊല്യൂഷനിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് പേടിക്കേണ്ട, ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, ഒന്ന് വേഗം പറഞ്ഞു പോയി എന്ന് മാത്രം. ഓക്കെ, സോ എഫർവെസന്റ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സിട്രിക് ആസിഡ് അല്ലെങ്കിൽ ടാർട്ടാറിക് ആസിഡ്, അതിന്റെ കൂടെ ആൽക്കലൈൻ ബൈകാർബണേറ്റിന്റെ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും. ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വെള്ളത്തിലിടുമ്പോൾ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ ആയിട്ട് മാറും. നെക്സ്റ്റ് ഈസ് ഡിസ്പെൻസിങ് ടാബ്ലറ്റ്. ഡിസ്പെൻസിങ് ടാബ്ലറ്റ് എന്താ? ഡിസ്പെൻസിങ് ടാബ്ലറ്റ് ഇതേപോലെ തന്നെ അപ്പം എന്താ പറയാ, ഡിസ്പിരിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? ടാബ്ലറ്റ്സ് വി ഹാവ് ടു പ്രിപ്പയർ ആസ് എ സൊല്യൂഷൻ അല്ലെ. ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് ഒരു സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻ ആയിട്ട് മാറ്റി ഉപയോഗിക്കേണ്ടതാണ് ഡിസ്പെൻസിങ് ടാബ്ലറ്റ്. അത് ഓറൽ ടാബ്ലറ്റ് പോലെ കുടിച്ചിട്ട് വെള്ളവുമായിട്ട് ഇറക്കാൻ പാടില്ല, അത് ടോക്സിറ്റി ഉണ്ടാക്കും. നെക്സ്റ്റ് ഈസ് ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ് വിച്ച് ഈസ് മെയിൻലി intended to administered into the parenteral route. Okay, hypodermic tablets നമ്മൾ കൂടുതലായിട്ടും എന്താ ചെയ്യുന്നത്? parenteral റൂട്ടിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഇസ് ടാബ്ലറ്റ് ട്രിച്ചുറേറ്റ്. ടാബ്ലറ്റ് ട്രിച്ചുറേറ്റ് എന്ന പൊട്ടന്റ് ആയിട്ടുള്ള മെഡിക്കാമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ടാബ്ലറ്റ് ട്രിച്ചുറേറ്റ്. ചെറിയ ടാബ്ലറ്റുകൾ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ടാബ്ലറ്റിനൊന്നും വേണ്ടി ഒരുപാട് സമയം കളയേണ്ട കാര്യമില്ല, ക്യാപ്സ്യൂളിനും വേണ്ടി സമയം കളയേണ്ട. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പഠിക്കേണ്ട കുറച്ച് ഏരിയകളുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ആദ്യം നമ്മൾ കംപ്രസ്ഡ് ടാബ്ലറ്റിനെ പറ്റിയാ പറയുന്നത്. ഒന്നുമില്ല, ഇത് അൺകോട്ടഡ് ആയിരിക്കും. കംപ്രസ്ഡ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ കോട്ടിംഗ് ഉണ്ടാവില്ല, അൺകോട്ടഡ് ആയിരിക്കും. ഗ്രാനുവൽ കംപ്രസ് ചെയ്തുകൊണ്ടായിരിക്കും കംപ്രസ്ഡ് ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ഡിസിന്റഗ്രേറ്റ് ചെയ്യും, എന്നിട്ട് ഡ്രഗിനെ റിലീസ് ചെയ്യും. ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡ്രഗ് പൗഡർ ഫോമിലേക്ക് മാറുന്നതിനാണ് ഡിസിന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം റാപ്പിഡ് ഡിസിന്റഗ്രേഷൻ പെട്ടെന്ന് തന്നെ അത് പൗഡർ ഫോമിലേക്ക് മാറുന്നു, എന്നിട്ട് അതിന്റെ എക്സിപിയൻസ് ഡ്രഗിനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, യൂഷ്വലി സോലബിൾ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ സ്വാലോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റൊമക്കിൽ എത്തും. സ്റ്റൊമക്കിൽ എത്തിയിട്ടായിരിക്കും ഡിസിന്റഗ്രേഷൻ നടക്കുന്നത്. എന്നിട്ട് GI ട്രാക്റ്റിൽ നിന്നായിരിക്കും നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത്? അതിനെ അബ്സോർബ് ചെയ്തിട്ട് ത്രൂ ഔട്ട് ദ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മൾട്ടിപ്പിൾ കംപ്രസ്ഡ് ടാബ്ലറ്റ്. എന്താണ് മൾട്ടിപ്പിൾ കംപ്രസ്ഡ് ടാബ്ലറ്റ്? മൾട്ടിപ്പിൾ കംപ്രസ്ഡ് ടാബ്ലറ്റ്, ദീസ് ടാബ്ലറ്റ്സ് ആർ പ്രിപ്പയർഡ് to separate physically അല്ലെങ്കിൽ chemically incompatible ingredients to produce repeat action അല്ലെങ്കിൽ prolonged action. അപ്പം സെപ്പറേറ്റ് ആയിട്ട് ഇൻകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു, എന്നിട്ട് അവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ആക്ഷൻ അല്ലെങ്കിൽ പ്രൊലോങ് ആക്ഷൻ തരാനായിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് മൾട്ടി ലെയർ ടാബ്ലറ്റ്. മൾട്ടി ലെയർ ടാബ്ലറ്റിന്റെ പ്രത്യേകത എന്താ? ഒന്നിൽ കൂടുതൽ ലെയറുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ഈ സാധനങ്ങള് സെപ്പറേറ്റ് ആയിട്ട് ഇൻകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ കംപ്രസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? മൾട്ടി ലെയർ ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സസ്റ്റൈൻഡ് ആക്ഷൻ ടാബ്ലറ്റ്. മൾട്ടി ലെയർഡ്, ആ വേർഡ് തന്നെ ആലോചിക്കാതെ ആ ടാബ്ലറ്റിന്റെ പിക്ചർ നോക്കിക്കേ.
1, 2, 3 ലെയർ അല്ലെ? 3 ലെയറിലും എന്താ ഉണ്ടാവുക? പല പല മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടാവുക. So next one is sustained action tablet. Sustained action tabletന്റെ പ്രത്യേകത എന്താ? ഈ ടാബ്ലറ്റ് നമുക്ക് ഡ്രഗിന്റെ ആക്ഷൻ സസ്റ്റൈൻഡ് ആയിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഓറലി നമ്മൾ ഈ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ മെഡിക്കാമെന്റ് സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഇഫക്റ്റീവ് കോൺസെൻട്രേഷൻ എത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇനി അടുത്ത് എന്തിരിക്കോളൻ ഏറ്റവും പുറത്തൊരു കോട്ടിംഗ് ഉണ്ടാവും. ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഈ കോട്ടിങ് നമ്മുടെ സ്റ്റൊമക്കിനെ ബൈപ്പാസ് ചെയ്യാൻ റെഡി ആയിരിക്കും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? പോയിട്ട് ഇൻഡസ്റ്റൈനിൽ റിലീസ് ചെയ്യും. ആന്റി ഹെൽമിന്തിക് അല്ലെങ്കിൽ അമീബിയോസൈഡ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ടും ഈ ഗ്രോത്ത് ഹെൽമിന്തിക് ഗ്രോത്ത് ഒക്കെ എവിടെയാ ഉണ്ടാവുക? ഹെൽമിന്തിക് ഗ്രോത്ത് കൂടുതലായിട്ട് ഉണ്ടാവുക നമ്മുടെ ഇൻഡസ്റ്റൈനിലാണ് അല്ലെ? അപ്പൊ സ്റ്റൊമക്കിൽ ഡ്രഗ് റിലീസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അത്തരം ഡ്രഗുകൾ ബിസാകോഡൈൽ പോലെയുള്ള ഡ്രഗൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡസ്റ്റൈനിൽ റിലീസ് ചെയ്യാനായിട്ട് നോക്കണം. നെക്സ്റ്റ് ഈ ഷുഗർ കോട്ടഡ്. അപ്പൊ ഏറ്റവും പുറത്തൊരു ഷുഗർ കോട്ടിങ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഷുഗർ കോട്ടിനകത്ത് എന്താ ചെയ്യുന്നത്? ടേസ്റ്റ് മാസ്ക് ചെയ്യാന് ടാബ്ലറ്റിന്റെ ലുക്കേ മാറുമ്പോൾ എലഗന്റ് അപ്പിയറൻസ് കിട്ടും. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും? ഷുഗർ കോട്ടിങ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് ഇഫക്റ്റിൽ നിന്നൊക്കെ നമ്മുടെ ഡ്രഗ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമ്മുടെ ഡ്രഗിന്റെ ബിറ്റർ അല്ലെങ്കിൽ അൺപ്ലസന്റ് ഓർഡറും ടേസ്റ്റും ഒന്നും ആർക്കും ഫീൽ ചെയ്യില്ല. നെക്സ്റ്റ് വൺ ഇസ് ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്. ഫിലിം കോട്ടഡ് ടാബ്ലറ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് ഇഫക്റ്റിൽ നിന്ന് ഡ്രഗിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഫിലിം കോട്ടിംഗ് ചെയ്യുന്ന കണ്ടന്റ് എന്താണ്? എന്ത് സാധനം കൊണ്ടാണ് നമ്മൾ ഡ്രഗിനെ ഫിലിം കോട്ട് ചെയ്യുന്നൊരു ചോദ്യം വരാം. സോ ആൻസർ ഇതാണ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ സെല്ലുലോസ്. ഓക്കെ, HPC, HPMC, EC, ഈഥൈൽ സെല്ലുലോസ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ സെല്ലുലോസ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞ PSCയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എന്തിനു വേണ്ടിയാണ് ഫിലിം കോട്ടഡ് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത്? ടു പ്രൊട്ടക്ട് ദ ഡ്രഗ് ഫ്രം ദ അറ്റ്മോസ്ഫിയറിക് ഇഫക്ട്. നെക്സ്റ്റ് ഈസ് ചൂവബിൾ ടാബ്ലറ്റ്. ചൂവബിൾ ടാബ്ലറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൗത്തിൽ വെച്ചിട്ട് തന്നെ ഡ്രഗിനെ ബ്രേക്ക് ചെയ്ത് സ്മോൾ പീസസ് ആക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചൂവബിൾ ടാബ്ലറ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഒരു തരത്തിലുള്ള ഡിസ്ഇൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്ഇൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് അതിനെ വൈറ്റിലെത്തിയിട്ട് സ്മോൾ പാർട്ടിക്കിൾസ് ആക്കാൻ പറ്റുള്ളൂ. സോ ചുവബിൾ ടാബ്ലറ്റിന്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്സൈഡ് ടാബ്ലറ്റും ഫിനോഫ്താലിൻ ടാബ്ലറ്റും. ഓക്കെ, അടുത്തത് ബക്കൽ ടാബ്ലറ്റ്. എക്സാമ്പിൾസ് കണ്ടോ? എവിടെയൊക്കെയാ വെക്കുന്നത് ബക്കൽ ടാബ്ലറ്റ്? This tablet has to be placed in the buccal pouch അല്ലെങ്കിൽ in between the gums and the lips അല്ലെങ്കിൽ cheek, whether they dissolve അല്ലെങ്കിൽ disintegrate slowly and absorb directly without passing into the alimentary canal. അത് നമ്മുടെ വയറിലേക്ക് ഈ ഡ്രഗ് എത്തുന്നില്ല. ഈ പറയുന്ന ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് തന്നെ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പതിയെ അബ്സോർബ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ബക്കൽ ടാബ്ലറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത സബ്ലിംഗ്വൽ ടാബ്ലറ്റ്. നാക്കിന്റെ അടിയിൽ വെക്കാൻ പറ്റുന്ന ടാബ്ലറ്റ് ആണ് സബ്ലിംഗ്വൽ ടാബ്ലറ്റ്. ദെൻ പെട്ടെന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അതേപോലെ GIT-നെ ബൈപ്പാസ് ചെയ്യുന്നു. ഗ്ലിസറൈഡ് ട്രൈനൈട്രേറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? നെഞ്ചുവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നെഞ്ചുവേദന വരുമ്പോൾ പൊതുവെ നമ്മൾ എന്താ ചെയ്യുന്നത്? വാട്ട് വിൽ വി ഡു? നാക്കിനടിയിൽ ഒരു ടാബ്ലറ്റ് വെക്കും അല്ലെ? ഗ്ലിസറൈഡ് ട്രൈനൈട്രേറ്റ് പോലെയുള്ള ഒരു ഡ്രഗ് നമ്മൾ നാവിന്റെ അടിയിൽ വെക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫ് ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡ്രഗ് പെട്ടെന്ന് തന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ GIT-യിൽ എത്തിയിട്ട് ഡ്രഗ് ആക്ഷൻ തരാൻ വരെയുള്ള സമയം വെയിറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. നെക്സ്റ്റ് ലോസെഞ്ചസ്, ടാബ്ലറ്റ് ആൻഡ് ട്രൊച്ചസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രോട്ടിന് മൗത്തിലൊക്കെ ഒരു ലോക്കൽ ഇഫക്റ്റ് തരണം. സ്ട്രെപ്സിൽസ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ലോസഞ്ച് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ യൂഷ്വലി തൊണ്ടവേദന, തൊണ്ടയിൽ കരകരപ്പ് അല്ലെങ്കിൽ എന്താ പറയുക തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ നമ്മൾ ടാബ്ലറ്റിന് കൂടെ സപ്ലൈ ചെയ്യുന്നതാണ് എന്താ പറയാ ലോസഞ്ച്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓറൽ ക്യാവിറ്റിയിൽ ഒരു തരത്തിലുള്ള ഡിസിൻറ്റഗ്രേഷനും ഇല്ല. മൗത്തിൽ പതിയെ പതിയെ മ്യൂക്കസ് മെംബ്രെയിൻ ഒരു സൂത്തിങ് ഇഫക്റ്റ് കൊടുക്കാനാണ് സ്ട്രെപ്സിൽസ്. നെക്സ്റ്റ് വൺ ഇസ് ഡെന്റൽ കോൺസ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല്ല് എടുത്തു കഴിയുമ്പോൾ അതേ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് മെഡിക്കാമെന്റ് പ്രിപ്പയർ ചെയ്ത് ആ ഒരു ഏരിയ ഫില്ല് ചെയ്യും.
ഓക്കെ, സോ അങ്ങനെ ഫില്ല് ചെയ്യുന്ന ഏരിയ പതിയെ മാത്രമേ റിലീസ് ചെയ്യുകയുള്ളൂ. ആ സോക്കറ്റിൽ ഫില്ല് ചെയ്തിരുന്നിട്ട് ഇത് ആന്റി ബാക്ടീരിയൽ കോമ്പൗണ്ട്സിനെ റിലീസ് ചെയ്യും. അപ്പോ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാം അല്ലെ പലയിടത്ത് കഴിയുമ്പോൾ. അപ്പം ആസ്ട്രിജന്റെ ഒക്കെ കണ്ടെയ്നിങ് ആയതുകൊണ്ട് തന്നെ ഇത് ബ്ലീഡിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു നല്ല ഒരു സൂതിങ് ഇഫക്റ്റ് ആയിരിക്കും ഡെന്റൽ കോൺസ് തരുന്നത്. യൂഷ്വലി ലാക്ടോസ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ് ഒക്കെ ആയിരിക്കും അതിന്റെ എക്സിപിയൻസ് ആയിട്ട് വരുന്നത്. ആൻഡ് യൂഷ്വലി ഡിസോൾവ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ചോദിച്ചാൽ 20 to 40 മിനിറ്റ്സിനുള്ളിൽ ഇത് ഡിസോൾവ് ചെയ്യും. ഓക്കെ, സോ ഒരു മൈനർ കംപ്രസ്ഡ് ടാബ്ലറ്റിന്റെ ഫോം തന്നെയാണ് ടൂത്ത് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ എംറ്റി സോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നതാണ് എന്താ ഡെന്റൽ കോൺസ്. നെക്സ്റ്റ് ഈസ് ഇംപ്ലാന്റേഷൻ ടാബ്ലറ്റ്. ഇംപ്ലാന്റേഷൻ ടാബ്ലറ്റ് നമ്മൾ പറഞ്ഞു സ്കിന്നിന്റെ അടിയിൽ അവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലെ ഇംപ്ലാന്റേഷന്റെ. സബ്ക്യൂട്ടേനിയസ് ആയിട്ട് സ്കിന്നിൽ ചെറിയൊരു മൈനർ സർജിക്കൽ ഓപ്പറേഷൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്കിന്നിന്റെ അടിയിലേക്ക് വെക്കുന്നു. അവിടുന്ന് പതിയെ പതിയെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ പതിയെ പതിയെ റിലീസ് ചെയ്യുന്ന ഡ്രഗ് എന്ത് ചെയ്യുന്നു, ബോഡിയിൽ സ്ലോ കോൺസെൻട്രേഷനിൽ ബോഡിയിലേക്ക് എത്തുന്നു. ഇംപ്ലാന്റ്സ് നല്ല സ്റ്റെറൈൽ ആയിരിക്കണം ആൻഡ് ഇൻഡിവിജ്വൽ അതിന്റെ പാക്കിംഗ് ഉൾപ്പെടെ വളരെ കെയർഫുൾ ആയിരിക്കണം. യൂഷ്വലി നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്ന എന്താണ്, ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ഹോർമോൺസ് ആയിരിക്കും അല്ലെ. നെക്സ്റ്റ് ഈസ് വജൈനൽ ടാബ്ലറ്റ്. ആ ഒരു ആപ്ലിക്കേറ്റർ കണ്ടോ, ഇതിന്റെ ഇവിടെ ഒരു നീഡിലുണ്ട്, ഇവിടെ ഒരു ചെറിയ പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ടാബ്ലറ്റ് യൂഷ്വലി ഒരു ഓവോയിഡ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ടാബ്ലറ്റ് ഈ പർട്ടിക്കുലർ അപ്ലയൻസിന്റെ മുമ്പിൽ വെക്കും. എന്നിട്ട് പുറത്തുള്ള ഈ നീഡിൽ കൊണ്ട് ഇതിനെ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ നീഡിൽ പുഷ് ചെയ്യും. സോ ഈ ടാബ്ലറ്റ് എന്ത് ചെയ്യും, വജൈനയിൽ പോയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. ഇങ്ങനെയാണ് വജൈനൽ ടാബ്ലറ്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ ഈ ടാബ്ലറ്റിന്റെ ഇന്റൻഷൻ തന്നെ എന്താണ്, വജനൽ കാവിറ്റിയിൽ പോയിട്ട് റിലീസ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ബേസിക് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് വജൈനയിൽ റീറ്റെയിൻ ചെയ്യേണ്ട ഒരു ഷേപ്പ് ആണ്. ഇറ്റ് ഇസ് ഓവോയിഡ് അല്ലെങ്കിൽ പിയർ ഷേപ്പ്. ഓക്കെ, യൂഷ്വലി സ്റ്റിറോയിഡ്, ആന്റി ബാക്ടീരിയൽ ഏജന്റ്, ഓക്കെ, ദെൻ വജൈനൽ ഇൻഫെക്ഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വജൈനൽ ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് അതിന്റെ pH ഉണ്ടല്ലോ, യൂഷ്വലി അത് ബഫർ ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം എന്താ പറയാ വി വാഷ് പോലുള്ള സാധനങ്ങൾ അറിയില്ലേ, നമ്മുടെ അവിടുത്തെ യൂഷ്വൽ pH നിന്ന് കുറച്ചു കൊണ്ടുവരും. ബാക്ടീരിയ കനോട്ട് ഗ്രോ ഓവർ ദാറ്റ് ഏരിയ. ഓക്കെ, ഇനി ഈ വജൈനൽ ടാബ്ലറ്റിൽ ഉപയോഗിക്കുന്ന എക്സിപിയൻസ് ഏതൊക്കെയാണ്, ലാക്ടോസ്, സോഡിയം ബൈകാർബണേറ്റ് എക്സെട്ര. Then tablet used to prepare solutions. സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എഫർവെസന്റ് ടാബ്ലറ്റ്. ഓക്കെ, എഫർവെസന്റ് ടാബ്ലറ്റ്സിന്റെ എക്സാമ്പിൾ കണ്ടല്ലോ, മ്യൂസിനാക് 600. എന്താ മ്യൂസിനാക്, ബ്രാൻഡ് നെയിമുകൾ ചോദിക്കാം കേട്ടോ. എന്താ മ്യൂസിനാക്, എന്താ മ്യൂസിനാക്കിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞേ. ആ ഓക്കെ, എന്തിനാ യൂസ് ചെയ്യുന്നേ, എന്തിനാ യൂസ് ചെയ്യുന്നേ, സ്ഫൂട്ടം ലൈസ് ചെയ്ത് കളയാൻ അല്ലെ. ഇപ്പൊ കഫം നമുക്ക് ആ കഫത്തിനെ ലൈസ് ചെയ്ത് കളയാനായിട്ട് ഉപയോഗിക്കാം. സോ എഫർവെസന്റ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അവരെ നമ്മൾ എഫർവെസന്റ് ടാബ്ലറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ വിൽ റിസോൾവ് റാപ്പിഡ്ലി ഇൻ വാട്ടർ ഡ്യൂ ടു കെമിക്കൽ ആക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ആരൊക്കെ ഉണ്ടാവും, ആൽക്കലൈ ബൈകാർബണേറ്റ്, സിട്രിക് ആസിഡ് അല്ലെങ്കിൽ ടാർട്ടാറിക് ആസിഡ്. ഇവരുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും എഫർവെസന്റ് ടാബ്ലറ്റിൽ ഉണ്ടാവുക. ആൻഡ് ദീസ് ടാബ്ലറ്റ്സ് ഹാവ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ മോയ്സ്ചർ ഡ്യൂറിങ് സ്റ്റോറേജ്. ഓക്കെ, സ്റ്റോറേജിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടാബ്ലറ്റ്സിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് കൊണ്ട് ഇവരെന്താവും, ഡീഗ്രേഡ് ആവും. ആൻഡ് ദേ ഹാവ് ടു ബി സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് containers. Okay, next one is dispensing tablet. Dispensing tablet നമ്മൾ പറഞ്ഞു ഒരു യൂഷ്വലി ആ ടാബ്ലറ്റ്സ് ഒരു ഗിവൺ വോളിയം ഓഫ് വാട്ടറിൽ മാത്രമേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതൊരു സൊല്യൂഷൻ ആയിട്ട് മാറും അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷൻ. ഈ മെഡിക്കാമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടാബ്ലറ്റില് ഈ മെഡിക്കാമെന്റ്സ് എല്ലാം ഉണ്ടായിരിക്കും. ഇവരെല്ലാം ഈ വാട്ടറിലേക്ക് ഡിസോൾവ് ആവും. എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്തൊരു ക്ലിയർ സൊല്യൂഷൻ ആയിട്ട് മാറും. ഇതിനെ ഒരിക്കലും ടാബ്ലറ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല, എപ്പോഴും ഈ സൊല്യൂഷൻസ് ആയിട്ട് മാത്രമേ എടുക്കാവൂ. എന്തൊക്കെയാണ് കണ്ടന്റ് എന്ന് നോക്കിക്കേ. These tablets include mild silver proteate,
ബൈക്ലോറൈഡ് അല്ലെങ്കിൽ മെർക്കുറി ബെർബ്രോമിൻ ദെൻ ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട്സ്. ഇത്രയുമാണ് ഡിസ്പെൻസിങ് ടാബ്ലറ്റ് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് ഈസ് ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ്. എന്താ ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ്? വേറെന്താ പ്രിപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ ടാബ്ലറ്റ് കണ്ടോ? These are compressed tablets which are composed of one അല്ലെങ്കിൽ more drugs which are readily water soluble ingredients. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സ്റ്റെറൈൽ വാട്ടറിൽ മിക്സ് ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ പാരന്ററൽ റൂട്ടിലേക്ക് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ഇപ്പൊ ഇനി ഇത് അത്ര റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാറില്ല, കാരണം ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ് എത്രത്തോളം സ്റ്റെറൈൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ടാബ്ലറ്റ് ട്രിറ്റുറേറ്റ്സ് ആണ് പറയുന്നത്. കണ്ടോ ചെറിയ സാധനങ്ങളാണ്, ചെറിയ ചെറിയ ടാബ്ലറ്റുകളാണ്. പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്യുന്നു? സ്മോൾ ടാബ്ലറ്റ്സ് ആണ്, പൊട്ടന്റ് മെഡിക്കാമെന്റ് അതിന്റെ ഡൈല്യൂവന്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും എന്തായിട്ട് മാറുക? ടാബ്ലറ്റ് ട്രിറ്റുറേറ്റ്. So next time manufacturing of compressed tablet. Okay. So compressed tablet എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞു. ആദ്യം നമ്മൾ ഗ്രാനുളുകൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഈ ഗ്രാനുളുകളെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ഞെക്കിയിട്ട് ടാബ്ലറ്റ് ആക്കുന്നു. ഈ ടാബ്ലറ്റ് കോട്ട് ചെയ്യുന്നു, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിന് വിടുന്നു. ഇത്ര തന്നെ ഉള്ളൂ അതിന്റെ സ്റ്റെപ്പ്. അപ്പൊ ഇനി ഗ്രാനുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, സോ ഗ്രാനുലേഷൻ ചെയ്യുന്നു, അതിനെ കംപ്രസ് ചെയ്ത് ടാബ്ലറ്റ് ആക്കി മാറ്റുന്നു, അതിന് അറ്റ്മോസ്ഫിയറിക് ഇഫക്റ്റിൽ നിന്നും അതിന്റെ ടേസ്റ്റ് ഒക്കെ മാസ്ക് ചെയ്യാൻ കോട്ട് ചെയ്യുന്നു, എന്നിട്ട് ക്വാളിറ്റി കൺട്രോളിന് വിടുന്നു. ഇനി അത് ഓരോ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ is preparation of granules for compression. Okay, so granules ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാ സ്റ്റെപ്പ് നോക്കാം. ഏറ്റവും ആദ്യം weighing the ingredients. Okay, ഫസ്റ്റ് വൺ നമ്മൾ ഇൻഗ്രീഡിയൻസ് വേ ചെയ്തെടുക്കുക യൂസിങ് എ ഗുഡ് ബാലൻസ്. ഓക്കെ, നല്ല ഒരു ബാലൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് എടുക്കണം. ഒരു ഡബിൾ ചെക്കിങ് നടത്തുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, കാരണം നമുക്ക് എപ്പോഴും മനുഷ്യർക്ക് തെറ്റ് പറ്റാം. അപ്പൊ അതുകൊണ്ട് ഒരു ഡബിൾ ചെക്കിങ് നമുക്ക് നടത്താം. നെക്സ്റ്റ് വൺ, ഈ പൗഡേഴ്സ് ഉണ്ടല്ലോ, ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങളെ എല്ലാം നമ്മൾ അളന്നെടുത്തു. അതിനുശേഷം ഈ പൗഡറുകളെ അതിന്റെ എക്സിപിയൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? All these things they are used to prepare a homogeneous mass. Okay, അപ്പൊ ഈ മെഡിക്കാമെന്റിനെയും അതിന്റെ എക്സിപിയൻസിനെയും എല്ലാവരെയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? യൂണിഫോം ആയിട്ട് ഒരു ടാബ്ലറ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ആൻഡ് ഏതാണോ കുറവ് അതിനെ ആദ്യം മിക്സ് ചെയ്യാൻ എടുക്കുന്നു, ഏറ്റവും കൂടുതൽ ഉള്ളതായിരിക്കും ഏറ്റവും അവസാനം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, converting the mixed ingredients into granules. Okay, so granules നമ്മൾ ഉപയോഗിക്കുന്ന മിക്സ്ഡ് ഇൻഗ്രീഡിയന്റിനെ പറ്റിയാണ്. The crystal medicament can be composed into a good quality compressed tablet. In case medicament along with excipient and powder form, it cannot be compressed, so such into tablets. അപ്പൊ അതായത് മിക്സ്ഡ് ആയിട്ടുള്ള പൗഡറും ഉണ്ട് ഗ്രാനുളും ഉണ്ട്, അതിനെ നമുക്കൊരു ടാബ്ലറ്റ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റുമോ? ഇല്ല. അപ്പൊ ഫൈൻ പൗഡർ കൊണ്ട് ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാരണം ഫൈൻ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചാൽ പോലെ ഒരു ഉണ്ടയായിട്ട് നിൽക്കില്ല അല്ലെ. അപ്പം അത് ഹോപ്പറിലേക്ക് ഇടാനും പാടാണ്. അതേപോലെ ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്താൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡോസേജ് ഫോം കിട്ടുകയില്ല. എയർ എൻട്രാപ്പ് ചെയ്തുകൊണ്ട് തന്നെ പൗഡർ ഫോം കൊണ്ട് ടാബ്ലറ്റ് ഉണ്ടാക്കിയ ക്യാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഡിഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഗ്രാനുൾ ആണ് ഏറ്റവും അടിപൊളി. ഗ്രാനുൾ നമുക്ക് ഈസി ആയിട്ട് ഹോപ്പറിൽ കൂടെ അകത്തേക്ക് വിടാം. കൃത്യമായിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അളന്ന് കൃത്യമായിട്ട് അതിനെ ബൗണ്ട് ചെയ്തിട്ട് ഒരു ടാബ്ലറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി 3 തരത്തിലാണുള്ളത്: മോയിസ്റ്റ് ഗ്രാനുലേഷൻ, ഡ്രൈ ഗ്രാനുലേഷൻ ആൻഡ് ഗ്രാനുൾസ് ബൈ പ്രിലിമിനറി കംപ്രഷൻ. ഓക്കെ, സോ മോയിസ്റ്റ് ഗ്രാനുലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യാം. ഡ്രൈ ഗ്രാനുലേഷൻ എന്ന് പറഞ്ഞാൽ ചില പൗഡറുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സ്വഭാവം ഉണ്ടാകും, അവരെ നമുക്ക് കംപ്രസ് ചെയ്ത് ഒരു ടാബ്ലറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ അവിടെ ഒരു ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡിന്റെ ആവശ്യം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് ഡ്രൈ ഗ്രാനുലേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഗ്രാനുൾസ് ബൈ പ്രിലിമിനറി കംപ്രഷൻ. അതും ഒരു ടെക്നിക്കാണ്.
അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനത്തിനെ എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഒന്ന് കട്ട പോലെയാക്കും, ഒരു സ്ലഗ് പോലെയാക്കും. എന്നിട്ട് ഈ സ്ലഗ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് സീവിൽ കൂടെ കടത്തി വിട്ടായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാം, ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ മോയിസ്റ്റ് ഗ്രാനുലേഷൻ ഞാനെന്ന് പറയാം ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പൗഡർ മെഡിക്കാമെന്റ് എക്സിപ്പിയന്റുകൾ ഉണ്ടാവുമല്ലോ, മെഡിസിൻ മാത്രമായിരിക്കുമല്ലോ. സോ ഈ മെഡിക്കാമെന്റിന്റെ കൂടെ ഡൈല്യൂവന്റും ബൈൻഡിങ് ഏജന്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് മോയിസ്റ്റൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ഒരു കൊഹറന്റ് മാസ് ആക്കി മാറ്റുന്നു. ഓക്കെ, എന്നിട്ട് ഈ കൊഹറന്റ് മാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് അറിയോ ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്പുകൾ, മോയിസ്റ്റ് ഗ്രാനുലേഷൻ സ്റ്റെപ്പ് അറിയാവോ? മിണ്ടുന്നില്ലല്ലോ ആരും. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യമേ നമ്മുടെ കയ്യിലുള്ള പൗഡറും എക്സിപിയന്റും എല്ലാം കൂടെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, സോ എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റും നമുക്ക് ആഡ് ചെയ്യേണ്ട സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യേണ്ട ഒരു മാവ് പോലെയാക്കും. ഈ മാവിന്, ഈ കൊഹറന്റ് മാസിന് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നമ്മൾ സീഡ് നമ്പർ 8 കൂടെയും 10 കൂടെ പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിനെ എന്താ പറയാ ഡ്രൈ ചെയ്തെടുക്കും. വെറ്റ് ഗ്രാനുവൽസ് പ്രിപ്പയർ ചെയ്യും. വെറ്റ് ഗ്രാനുവൽസ് അതിനെന്ത് ചെയ്യും, ട്രെയിൽ വെച്ചിട്ട് 60°C ഹോട്ട് എയർ ഓവനിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്കിങ്ങനെ 60°C നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്തല്ലോ, ഹീറ്റ് ചെയ്ത ഈ ഡ്രൈഡ് ഗ്രാനുവൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സീവ് നമ്പർ 20 കളക്ട് ചെയ്യുന്നു. ഓക്കെ, സീവ് നമ്പർ 20 നമ്മൾ കടത്തി വിടുന്നു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ലൂബ്രിക്കന്റ് ഏജന്റും വോളറ്റൈൽ സബ്സ്റ്റൻസും റിമൈനിങ് പാർട്ട് ഓഫ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റും എല്ലാം നമ്മൾ മിക്സ് ചെയ്യും. എന്നിട്ട് ഈ ഗ്രാനുവൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കംപ്രസ് ചെയ്യണം. 3 മെത്തഡ് അവിടെ, മോയിസ്റ്റ് ഹീറ്റ്, ഡ്രൈ ഗ്രാനുലേഷൻ ആൻഡ് ഡയറക്റ്റ് കംപ്രഷൻ. മോയിസ്റ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. ഈ ഗ്രാനുലേറ്റിംഗ് ഫ്ലൂയിഡിന് നമ്മൾ മിക്സ് ചെയ്യാം ഇതുമായിട്ട്. ആദ്യമേ നനഞ്ഞിരിക്കുന്നതിന് സീവ് നമ്പർ 8 to 10 കൂടെ പാസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്തതിന് സീവ് നമ്പർ 20 പാസ് ചെയ്യുക. ഇതിനകത്ത് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റും ലൂബ്രിക്കന്റും ഒക്കെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പർട്ടിക്കുലർ ടാബ്ലറ്റിന്റെ ഗ്രാനുവൽ പ്രിപ്പയർ ചെയ്യും. ഇത് ഡ്രൈ ഗ്രാനുലേഷൻ ഞാൻ പറഞ്ഞു, സ്വാഭാവികമായിട്ടും മെഡിക്കാമെന്റ്സ് ഒരു ക്രിസ്റ്റലൈൻ ഫോം ഒക്കെ ഉണ്ടായിരിക്കും. സോ അത്തരത്തിൽക്കാരെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സീവ് നമ്പർ 20 പാസ് ചെയ്യിക്കും. എന്നിട്ട് ഈ മെത്തേഡാണ് ആസ്പിരിൻ, സോഡിയം ബ്രോമൈഡ്, പൊട്ടാസ്യം ക്ലോറൈറ്റ്, ഡ്രൈ ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡ്രൈ ഗ്രാനുലേഷൻ. നെക്സ്റ്റ് ഗ്രാനുവൽ ബൈ പ്രിലിമിനറി കംപ്രഷൻ, അതാണ് സ്ലഗിങ് മെത്തേഡ് എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ സ്ലഗിങ് മെത്തേഡ്, നമ്മള് മെഡിക്കാമെന്റിനെ ഇപ്പം ചില സമയങ്ങളിൽ അത് ചിലപ്പോ ഈ പറയുന്ന പോലെ ഒരുപാട് മോയിസ്ചർ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ ആകുന്ന ഒരു സാധനമാണ് എങ്കിൽ നമ്മള് ഈ ഡ്രൈ പൗഡറിനെ ആദ്യം ലാർജ് ടാബ്ലറ്റ് ആയിട്ടുള്ള സ്ലഗുകളാക്കും. ഈ സ്ലഗുകളെ ചെറിയ ചെറിയ പീസുകളാക്കിക്കൊണ്ട് ലൂബ്രിക്കേറ്റിംഗ് ഏജന്റും ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്ത് ടാബ്ലറ്റ് മെഷീനിൽ കൊടുത്ത് ടാബ്ലറ്റ് ആക്കി മാറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ടാബ്ലറ്റ് ബൈ പ്രിലിമിനറി കംപ്രഷൻ. ഓക്കെ, കണ്ടോ, പൗഡറിനെ സ്ലഗ് ആക്കി മാറ്റുന്നു, സ്ലഗിന് ചെറിയ പീസ് ആക്കി മാറ്റുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കംപ്രസ് ചെയ്തിട്ടുള്ള സാധനം ടാബ്ലറ്റ് മെഷീനിൽ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യും. സോ ഡിഫറൻസ് ഞാൻ പറഞ്ഞു അല്ലെ, ഫൈൻ പൗഡറിനും ഗ്രാനുവലിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു. ഫൈൻ പൗഡർ എന്ന് പറഞ്ഞാൽ ഫ്രീലി ഫ്ലോയിങ് ആയിരിക്കും, ഹോപ്പറിൽ വീഴാനും ഒക്കെ എന്താണ് ഗ്രാനുവൽസ് ആയിരിക്കും ഈസി. ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള നമുക്ക് തോന്നും ഈസിയാണ്, പക്ഷെ അത്ര ഈസി അല്ല കേട്ടോ. കാര്യം എന്താ,